ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായ യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിലേറുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. മുൻ ഭരണകാലത്തെ നയങ്ങൾ തന്നെ ട്രംപ് പിന്തുടരുകയെന്ന സൂചനയാണ് ഇതിനകം വന്നിട്ടുള്ളതും. ഭിന്നതയ്ക്ക് തുടക്കമിട്ടത് ഇത്തവണ ചൈനയാണ്. ഗാലിയം, ജെർമേനിയം, ആന്റിമണി എന്നീ അപൂർവ ലോഹങ്ങളുടെ കയറ്റുമതി ചൈന നിരോധിച്ചതോടെയാണ് യുദ്ധമുഖം തുറന്നത്. യുഎസ്, ചൈന എന്നീ രാജ്യങ്ങളാണ് ലോകത്തെ സാങ്കേതിക മേഖല ഭരിക്കുന്നത്. ഈ മേഖലയിലെ ആധിപത്യം നിലനിർത്താനുള്ള മത്സരമാണ് ഈ വ്യാപാര യുദ്ധത്തിന്റെ അടുത്ത കാരണം. യുഎസ് സർക്കാർ ഡസൻ കണക്കിന് ചൈനീസ് കമ്പനികളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ചൈനയെ പ്രകോപിപ്പിച്ചത്. ഇത് ചൈനയുടെ അർദ്ധചാലക വ്യവസായത്തെ സ്തംഭിപ്പിച്ചു. ഇതിന് തിരിച്ചടിയായാണ് അപൂർവ ലോഹങ്ങളുടെ കയറ്റുമതി ചൈന നിരോധിച്ചത്. സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ യുഎസ് പ്രതിസന്ധി നേരിടുകയാണ്. ഈ ലോഹങ്ങൾ സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, സിടി സ്കാനറുകൾ തുടങ്ങിയ അത്യാധുനിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് അനിവാര്യമാണ്. ഇത് മുന്നിൽ കണ്ടാണ് ചൈനയുടെ നീക്കമെന്ന് മനസ്സിലായല്ലോ. കയറ്റുമതി നിരോധനം യുഎസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് $3 ബില്യൺ നഷ്ടമുണ്ടാക്കുമെന്ന് കണക്കാക്കുന്നു. അതേസമയം അമേരിക്കയും ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ വ്യവസായികൾ. ചൈനീസ് ഉൽപ്പന്നങ്ങളുമായി മത്സരിച്ച് അമേരിക്കയിലെ വിപണി വിഹിതം ഉയർത്താനാണ് ഇന്ത്യൻ കയറ്റുമതിക്കാരുടെ ശ്രമം. ഇതിനായി കേന്ദ്ര സർക്കാരും കമ്പനികൾക്ക് പുതിയ പാക്കേജ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോ, കാനഡ, ചൈന എന്നിവർക്കെതിരെ ആരംഭിക്കുന്ന നികുതി യുദ്ധത്തിൽ നിന്നും നേട്ടമുണ്ടാക്കാനും ഇന്ത്യ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. കാനഡ, മെക്സിക്കോ ഉൽപ്പന്നങ്ങൾക്ക് 25%വും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10%വും അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മികച്ച ബന്ധം കണക്കിലെടുത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ വലിയ നടപടികൾക്ക് ഒരുങ്ങില്ലെന്നാണ് വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക. വ്യാപാര യുദ്ധം വരുന്നതോടെ ആ വിപണിയിൽ വിപുലമായ സാധ്യതകൾ തുറന്നുകിട്ടുമെന്നാണ് കയറ്റുമതിക്കാർ പ്രതീക്ഷിക്കുന്നത്. തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ്, മെഷീനറികൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നികുതി വർദ്ധിപ്പിക്കുന്നതോടെ ചൈന, മെക്സിക്കോ, കാനഡ എന്നിവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ മത്സരക്ഷമത കുറയുമെന്നും ഇന്ത്യൻ വ്യവസായികൾ പറയുന്നു. നിലവിൽ അമേരിക്കയും ഇന്ത്യയുമായുള്ള പ്രതിവർഷ വ്യാപാരം $19,000 കോടിയിലധികമാണ്. 2020 മുതൽ 2024 വരെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 46% വർധനയോടെ $7,750 കോടി അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഇക്കാലയളവിൽ 17.9% ഉയർന്ന് $4,220 കോടി. ചൈനയ്ക്ക് ബദലായി ഏഷ്യയിൽ ഒരു നിർമ്മാണ കേന്ദ്രമെന്ന അമേരിക്കയുടെ നയതീരുമാനം ഇന്ത്യക്ക് ഏറെ ഗുണകരമാകും. ഇലക്ട്രോണിക്സ്, വാഹന, സെമികണ്ടക്ടർ മേഖലകളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം എത്താൻ ഇതോടെ സാഹചര്യമൊരുങ്ങും. ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച രാജ്യങ്ങളുടെ ആദ്യ പട്ടികയിൽ ഇന്ത്യ ഇല്ലാത്തത് ശുഭസൂചനയാണെന്നും കയറ്റുമതിക്കാർ പറയുന്നു.